നമസ്തേ. ശബരിമലയിലേക്കാണ് രാവിലെ തന്നെ. മണ്ഡലപൂജയും മകരവിളക്കും കഴിഞ്ഞ്, നായാട്ടുവിളി കഴിഞ്ഞ്, ശരംകുത്തിയിലെത്തി ഭൂതഗണങ്ങളെയും മലദൈവങ്ങളെയും കൂട്ടി ഭഗവാൻ സന്നിധാനത്തേക്ക് മടങ്ങി. ഇന്ന് 5 മണിക്ക് നട തുറന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിലേക്കാണ് ഇനി. രാവിലെ 5-ന് നട തുറന്നു. മഹാഗണപതി ഹോമം നടന്നു. ഭഗവാന് നിവേദ്യം സമർപ്പിച്ചു. അല്പസമയത്തിനകം തിരുവാഭരണവും രാജപ്രതിനിധിയും തിരികെ പന്തളത്തേക്ക് മടങ്ങുകയാണ്. ആ ചടങ്ങുകൾ ഉടൻ തന്നെ ആരംഭിക്കും. സന്നിധാനത്ത് നിന്ന് അരുൺ കൊടുങ്ങൂരും ഗോകുൽ രമേശും ചേരുകയാണ് നമുക്കൊപ്പം. അരുൺ, ഗോകുൽ, നമസ്തേ. സ്വാമി ശരണം. ആഘോഷങ്ങൾ സമാപിച്ചു. വാദ്യഘോഷങ്ങൾക്ക് വിട, ബഹളങ്ങൾക്ക് വിട. ഇനി ഭഗവാനെ യോഗനിദ്രയിലേക്ക് ആനയിക്കുന്ന ചടങ്ങാണ്. അതിനു മുമ്പ് ഒരു പക്ഷേ ഈ മണ്ഡല മകരവിളക്ക് കാലത്തെ ഏറ്റവും വികാരനിർഭരമായ ഒരു ചടങ്ങിനു കൂടി സന്നിധാനം സോപാനം സാക്ഷ്യം വഹിക്കും. പിതൃതുല്യനായ പിതൃസ്ഥാനത്തുള്ള രാജപ്രതിനിധി പുണർദം തിരുനാൾ ശ്രീ PN നാരായണവർമ്മ ഭഗവാന്റെ മുന്നിലെത്തി യാത്ര പറഞ്ഞ് തിരികെ കൊട്ടാരത്തിലേക്ക് മടങ്ങുന്ന ആ ഒരു ചടങ്ങാണ്. സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾക്ക്, ക്യാമറകൾക്ക്, മറ്റുള്ളവർക്ക് അവിടെ പ്രവേശനമില്ല. അത് ഒരർത്ഥത്തിൽ പിതാവും പുത്രനും തമ്മിലുള്ള ഒരു യാത്ര പറച്ചിലിന്റെ നിമിഷങ്ങളാണ്. അരുൺ, തീർച്ചയായും ഏറ്റവും വൈകാരികമായുള്ള, ഏറ്റവും ഭക്തിസാന്ദ്രമായുള്ള ആ ഒരു ചടങ്ങിലേക്കാണ് ശബരിമല സന്നിധാനം ഒന്നാകെ പോകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇടമുറിയാതെ ശരണം വിളികൾ ഉണ്ടായിരുന്ന 18-ാം പടിക്ക് തൊട്ട് താഴെയാണ് നമ്മൾ നിൽക്കുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുകയും ചെയ്യുന്നത്. എന്തായാലും ഏറ്റവും വൈകാരികമായുള്ള ഒരു ചടങ്ങിലേക്ക് ശബരിമല സന്നിധാനം പോകുന്നത്. തീർച്ചയായിട്ടും സുഹൃതഗാനനം അതിൻ്റെ വന്യതയിലേക്ക് പോകാൻ ഇനി നിമിഷങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അയ്യപ്പൻ യോഗ നിദ്രയിലേക്ക് വീണ്ടും ആണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് നിമിഷങ്ങൾ മാത്രം അവശേഷിക്കുന്നു. അതിനു മുന്നേ നടക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള, ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ചടങ്ങ്, അത് അച്ഛനും മകനും മാത്രമായിട്ടുള്ള ആ കൂടിക്കാഴ്ച, ആ യാത്ര പറച്ചിൽ, അത് ഏറെ വൈകാരികമാണ്. ഒപ്പം നമുക്കത് നേരിട്ട് അല്ലെങ്കിൽ ഇവിടെ നിൽക്കുമ്പോൾ ആ ഒരു ചടങ്ങിന് സാക്ഷിയായിട്ട് ഇവിടെ നിൽക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ സുഹൃതമായിട്ട് തന്നെ കണക്കാക്കുകയാണത്. തീർച്ചയായും അത് തന്നെയാണ്. എന്തായാലും എല്ലാവിധ ഒരുക്കങ്ങളും തയ്യാറായിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ ശബരിമല സന്നിധാനത്ത് നിന്നും തിരുവാഭരണ പേടകം ഈ മടക്ക യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ്. 5 മണിയോടെയാണ് നട തുറന്നത്. നട തുറന്നതിന് ശേഷം ഗണപതി ഹോമം നടന്നു. പതിവ് അഭിഷേകങ്ങളും നിവേദ്യങ്ങളും നടന്നു. ഇതിന് ശേഷമാണ് ഈ തിരുവാഭരണം തിരിച്ചെഴുന്നള്ളാനുള്ള ആ ഒരു തയ്യാറെടുപ്പിലേക്ക് 2 ക്യാമറകളിൽ നിന്നുള്ള ആ ദൃശ്യമാണ് നമുക്ക് ഇപ്പോൾ പ്രേക്ഷകർക്ക് സമക്ഷം എത്തിക്കാൻ കഴിയുന്നത്. എത്രയൊക്കെ തന്നെ വാക്കുകൾ കൊണ്ട് വർണ്ണിച്ചാലും അതൊന്നും തന്നെ മതിവരാത്ത രീതിയിലേക്കുള്ള, അത്ര വൈകാരികമായുള്ള, അത്ര ഭക്തിസാന്ദ്രമായുള്ള, അത്ര ആചാരപൂർവമായുള്ള ഒരു ചടങ്ങിലേക്കാണ് ശബരിമല സന്നിധാനം പോകുന്നത്. നമുക്കറിയാം, മകരവിളക്കിന് ശേഷമാണ് ശബരിമലയിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള, ഏറ്റവും ആചാരപരമായിട്ടുള്ള ചടങ്ങുകളൊക്കെ തന്നെയും നടക്കുക. അത് മണിമണ്ഡപത്തിലെ എഴുന്നള്ളിപ്പാകട്ടെ, ശരംകുത്തിയിലേക്കുള്ള ആ എഴുന്നള്ളിപ്പാകട്ടെ, നായാട്ടുപിടിയാകട്ടെ, അതൊക്കെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. അതോടൊപ്പം തന്നെ ഇന്നലെ നടന്ന ആ ഗുരുതി, ഈ ചടങ്ങുകൾക്കൊക്കെ തന്നെ ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലേക്കാണ് ശബരിമല സന്നിധാനം ഇപ്പോൾ കടക്കുന്നത്. തീർച്ചയായിട്ടും ആ മണ്ഡല മകരവിളക്ക് കാലത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ചടങ്ങെന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ചടങ്ങിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. ഇത് രാജപ്രതിനിധി തൊഴുത് ഇറങ്ങുന്നതോടുകൂടി ശബരിമല ക്ഷേത്ര നട അടയ്ക്കുകയാണ്. ഈ സമയം അദ്ദേഹവും മണികണ്ഠനും മാത്രമാണ് ശ്രീകോവിലിനുള്ളത്. അദ്ദേഹം തൊഴുത് മാറിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ മേൽശാന്തി ക്ഷേത്ര നട അടച്ച് താക്കോൽക്കൂട്ടം രാജപ്രതിനിധിയായിട്ടുള്ള പുണർദനാൾ നാരായണവർമ്മയെ ഏൽപ്പിക്കും. തുടർന്ന് അദ്ദേഹം താക്കോൽ കൂട്ടവുമായിട്ടാണ് പടിയിറങ്ങുന്നത്. 18-ാം പടിയിറങ്ങി താഴെ എത്തിയതിനു ശേഷം സന്നിധാനം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്ക് താക്കോൽക്കൂട്ടം കൈമാറുന്നതോടുകൂടി ചടങ്ങുകൾക്കൊക്കെ പരിസമാപ്തിയാകും. അതിനുശേഷം പന്തളത്തേക്കുള്ള യാത്രയാണ്. അദ്ദേഹവും അതോടൊപ്പം തന്നെ 12-ാം തീയതി പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള തിരുവാഭരണങ്ങളും അദ്ദേഹത്തോടൊപ്പം തന്നെ, രാജപ്രതിനിധിയോടൊപ്പം തന്നെ പന്തളത്തേക്കുള്ള യാത്ര ആരംഭിക്കും. വന്നതുപോലെ തന്നെ, അങ്ങനെയാണോ വന്നത് അതേപോലെ തന്നെ ശിരസിലേറ്റിക്കൊണ്ട് ആ തിരുവാഭരണ പേടകങ്ങൾ അതേ കാനനപാതയിലൂടെ തിരികെ പന്തളത്തേക്കുള്ള യാത്ര. മറ്റൊരു ക്ഷേത്രത്തിനും അവകാശപ്പെടാനില്ലാത്ത സമൃദ്ധമായ ആചാരങ്ങൾ, അതായത് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആചാരങ്ങൾക്ക് അണുവിട വ്യത്യാസമില്ലാതെ ആ ആചാരങ്ങളൊക്കെ തന്നെയും കൃത്യമായി തന്നെ
നടപ്പാക്കുന്ന രീതിയിലേക്ക് അതിലൊരു തരത്തിലുള്ള വ്യത്യാസങ്ങളുമില്ലാതെ ആ ആചാരങ്ങൾ അതേപോലെ തന്നെ പാലിച്ചു കൊണ്ടുപോകുന്നു. നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഒരു കാഴ്ചയുണ്ട്. ഈ 18-ാം പടിക്കൊക്കെ താഴെ നേരത്തെ ഏറ്റവും സന്തോഷപരമായുള്ള ഒരു കാഴ്ചകൾ തന്നെയായിരുന്നു അന്ന്. പക്ഷേ ഇന്ന് ഈ 2 മാസക്കാലം നീണ്ട ഈ ഒരു മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം അത് ശബരിമലയിൽ മാത്രമല്ല മലയാള നാട്ടിലെ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ എല്ലാ ഇടങ്ങളെയും ശരണമന്ത്രങ്ങളാൽ മുഖരിതമാക്കുന്ന ആ ചടങ്ങുകളൊക്കെ തന്നെയായിരുന്നു. അല്ലെങ്കിൽ ശരണം വിളികളാൽ മുഖരിതമാകുന്നു. ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഒഴുകിയെത്തിയിരുന്ന ആ തിരുസന്നിധാനത്തെ 2 മാസക്കാലം നീണ്ട തീർത്ഥാടന കാലത്തിന് മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് കൂടി സമാപനമാകുന്ന അതിൻ്റെ പരിസമാപ്തിയിലാകുന്ന ഏറ്റവും ഒടുവിലത്തെ ചടങ്ങിനാണ് ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരുന്നത്. നമുക്കറിയാം എല്ലാ ദിവസവും ദീപാരാധനയും ഹരിവരാസനവും ഒക്കെ തന്നെ ഭക്തർക്ക് നമ്മൾ തത്സമയം എത്തിച്ചിരുന്നു. എന്തായാലും ഏറ്റവും ഒടുവിലത്തെ ചടങ്ങ് കൂടി നമ്മൾ കൃത്യമായി സമഗ്രതയോടെ തന്നെ ഭക്തർക്ക് മുന്നിലേക്ക് എത്തിക്കുകയാണ്. എന്തായാലും ഒരുപാട് ഭക്തർക്ക് ഇവിടെ എത്തിക്കാണാനുള്ള ഒരു അവസരമില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായി തന്നെ ഈ തത്സമയ ദൃശ്യങ്ങളിലൂടെ തന്നെ ആ ഭക്തർക്ക് ഇത് കാണിച്ചു നൽകുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ദൗത്യമായി തന്നെ വരുന്നതിനും വൈകാരികമായ മുഹൂർത്തത്തിലേക്ക് ശബരിമല സന്നിധാനം ഒന്നാകെ മാറുകയാണ്. എന്തായാലും അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഭഗവാന്റെ തിരുനട അടയ്ക്കും. അതിനു മുമ്പായി തിരുവാഭരണത്തിൻ്റെ തിരിച്ചെഴുന്നള്ളിപ്പാണ് ആദ്യമായി നടക്കുന്നത്. തിരുവാഭരണം തിരികെ ഇവിടെ നിന്ന് പോകുമ്പോൾ രാജപ്രതിനിധിയോടൊപ്പം 18-ാം പടി ഇറങ്ങി അതിനുശേഷം മലയിറങ്ങി തിരികെ കാനനപാത വഴിയുള്ള യാത്രയാണ്. തിരികെ പോകുന്ന വഴി നാളെ 3 ദിവസം തന്നെ നീളുന്ന യാത്രയാണ് തിരികെ പന്തളത്തേക്കുമുള്ളത്. നാളെ പെരുന്നാട് കക്കാട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ, പെരുന്നാട് ക്ഷേത്രം പന്തള രാജാവ് തന്നെ നിർമ്മിച്ച ക്ഷേത്രമായിട്ടാണ് കരുതപ്പെടുന്നത്. ആ പെരുന്നാട് ക്ഷേത്രത്തിലും അയ്യപ്പൻ്റെ തിരുവാഭരണങ്ങൾ അവിടുത്തെ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി തീർത്ഥാടകർക്ക് ദർശിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം. ശബരിമലയ്ക്ക് ശേഷം മറ്റൊരു ക്ഷേത്രത്തിൽ കൂടി തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന അടക്കമുള്ള അതെ ഈ ശബരിമലയിലെത്താൻ സാധിക്കാത്ത തീർത്ഥാടകർക്ക് പോലും ആ ക്ഷേത്രത്തിലെത്തി അയ്യപ്പൻ്റെ തിരുവാഭരണങ്ങൾ കണ്ടു തൊഴുവാനായിട്ടുള്ള അവസരമുണ്ട്. അവിടെ നാളെ 12:30 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 മണി മുതൽ രാത്രി 2 മണി വരെയുള്ള സമയം പെരുന്നാട് ക്ഷേത്രത്തിൽ തിരുവാഭരണങ്ങൾ ചാർത്തി ദർശനമുണ്ടാകും. അതിനുശേഷം വീണ്ടും യാത്ര തുടരും. തുടർന്ന് മറ്റന്നാൾ 22-ാം തീയതി ആറന്മുള കൊട്ടാരത്തിൽ ഈ തിരുവാഭരണ പേടകങ്ങൾ തുറന്നു വെച്ച് അവിടെ തീർത്ഥാടകർക്ക് ദർശിക്കുവാനായിട്ടുള്ള അവസരമുണ്ട്. അതിനുശേഷം 23-ാം തീയതി ആയിരിക്കും തിരുവാഭരണ പേടകങ്ങളും രാജാവും രാജപ്രതിനിധിയും പന്തളം കൊട്ടാരത്തിൽ എത്തിച്ചേരുന്നത്. പന്തളത്തെത്തുന്ന ഈ തിരുവാഭരണ യാത്രയ്ക്ക് രാജകീയമായിട്ടുള്ള സ്വീകരണമായിരിക്കും പന്തളം കൊട്ടാരം നൽകുന്നുണ്ടാവുക. തുടർന്ന് പന്തളം ശ്രാമ്പിക്കൽ കൊട്ടാരത്തിലേക്ക് ഈ തിരുവാഭരണ പേടകങ്ങൾ മാറ്റും. കൊട്ടാരത്തിൻ്റെ സ്ട്രോങ് റൂമിലേക്ക് മാറ്റും. അങ്ങനെ ആ ഒരു വർഷത്തെ പ്രാർത്ഥനകളുടെയൊക്കെ ഫലമായിട്ട് ആ തിരുവാഭരണങ്ങൾ അയ്യപ്പന് ചാർത്തി ആ യാത്ര അരുൺ കൊടുങ്ങൂർ, നമ്മൾ ഈ ദിവസങ്ങളിൽ ഒരുപക്ഷെ മകരവിളക്ക് ദിവസം മകരനക്ഷത്രവും മകരവിളക്കവും ദർശനത്തിന് ശേഷം ഒരുപക്ഷെ മറ്റു പല മാധ്യമങ്ങളും കാണിച്ചിട്ടില്ലാത്ത ഏറ്റവും ആചാരപരമായ അനുഷ്ഠാനപരമായ ചടങ്ങുകളാണ് അവിടെ തുടർന്നുകൊണ്ട് അരുൺ കൊടുങ്ങൂരും തുടർന്ന് ഗോകുലും നമ്മുടെ ക്യാമറമാനും നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. സ്വാമി ശരണം. ഒരുപക്ഷെ മകരവിളക്കിന് ശേഷമായിരിക്കും ഏറ്റവും ആചാരപരമായ, അരുൺ ചൂണ്ടിക്കാട്ടിയ പോലെ അനുഷ്ഠാനപരമായ ചടങ്ങുകൾ. ഇതിലേറ്റവും സുപ്രധാനം നായാട്ടുവിളിയാണ്. അരുൺ ചൂണ്ടിക്കാട്ടിയതുപോലെ മണിമണ്ഡപത്തിൽ നിന്ന് 18-ാം പടിക്ക് താഴെ വന്ന് ഒരുപക്ഷെ അയ്യപ്പസ്വാമി ശ്രീധർമ്മശാസ്താവിനെ കാണാൻ പോകുന്നു എന്നൊരു സങ്കല്പമുണ്ട്. അതിനുശേഷമാണ് ഒരിക്കൽ കൂടി ഒരൽപ്പം വികാരനിർഭരമായ അപൂർവമായ ഒരു കാഴ്ച ശരംകുത്തിയിലേക്ക്, 5-ാം ദിവസം ശരംകുത്തിയിലേക്കുള്ള നായാട്ടുവിളി. അവിടെ ഭക്തജന ലക്ഷങ്ങൾ ഒഴുകിയെത്തുമ്പോൾ, അയ്യപ്പന്മാർ ദർശനത്തിനെത്തുമ്പോൾ, കന്യ അയ്യപ്പന്മാർ എത്തുമ്പോൾ ശബരിമലയ്ക്ക് സന്നിധാനത്തിന് യോഗിനിദ്രയിലുള്ള ഭഗവാന് കാവൽ നിന്നിരുന്ന മലദൈവങ്ങളും ഭൂതഗണങ്ങളും വഴി മാറിക്കൊടുക്കുന്നു എന്നാണ് സങ്കല്പം. കാട്ടിലേക്ക് പോയ അവരെ തിരികെ കൂട്ടാനായി നായാട്ടുവിളിയുമായി ഘോഷയാത്ര പോകുന്നു. തീവട്ടിയും ഘോഷങ്ങളും വാദ്യമേളങ്ങളുമായി ശരംകുത്തിയിലേക്ക് പോകുന്നു. തിരികെ എത്തുമ്പോൾ നമ്മൾ തത്സമയം കാണിച്ചതുപോലെ തന്നെ തീവെട്ടി അണച്ച് വാദ്യഘോഷങ്ങളില്ലാതെ നിശബ്ദമായി മലദൈവങ്ങളെയും ഭൂതഗണങ്ങളെയും തിരിച്ച് കാവലിനായി സന്നിധാനത്തേക്ക് ആനയിക്കുന്ന ഘോഷയാത്രയും നാം പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. അതിനുശേഷമാണ് ഇന്നിപ്പോൾ എല്ലാ ബഹളങ്ങളും ഒഴുകി മകരവിളക്കിന് സർവാഭരണ വിഭൂഷിതനായി രാജകുമാരനായി ഭക്തർക്ക് മുന്നിൽ, പിതൃസ്ഥാനീയനായ രാജപ്രതിനിധിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട സ്വാമി അയ്യപ്പൻ ഭഗവാൻ ഇനി
അല്പസമയത്തിനകം ഭസ്മ പൂരിതനായി ഭസ്മത്തിൽ മുഴുകി രുദ്രാക്ഷമണിഞ്ഞ് യോഗനിദ്ര പിടിച്ച് യോഗനിദ്രയിലേക്ക് മടങ്ങുന്ന ഏറ്റവും ആചാരപരമായ ഏറ്റവും അനുഷ്ഠാനപരമായ ഒരു ചടങ്ങിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത് അല്ലേ അരുൺ ഗോകുൽ? തീർച്ചയായും നമ്മളെയൊക്കെ സംബന്ധിച്ചോളം ഏറ്റവും സങ്കടം നിറഞ്ഞ ഒരു മുഹൂർത്തം കൂടിയാണ്. കാരണം ഈ 2 മാസം എങ്ങനെയാണ് പോയതെന്ന് അറിയില്ല. പക്ഷേ ഈ ഒരു ശരണമന്ത്രങ്ങളാൽ മുറിയാതെ 24 മണിക്കൂറും ഇങ്ങനെ ഭഗവാന്റെ തിരുസന്നിധാനം, പൊന്നു 18-ാം പടി, തിരുമുറ്റമൊക്കെ തന്നെ ഈ ശരണമന്ത്രങ്ങളാൽ മുഖരിതമാകുന്ന ഒരവസ്ഥയിലേക്ക്, ആ ഒരു അവസ്ഥയ്ക്ക് മാറി കാനം ആ ഒരു ശാന്തതയിലേക്ക് പോകുന്ന ഒരവസ്ഥയിലേക്ക് തന്നെ എത്തുന്നു. അതിനുള്ള ആ ഒരു തയ്യാറെടുപ്പിലേക്ക് തന്നെയാണ് പ്രകൃതി പോലും ഈ ചടങ്ങിനായി ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് പറയേണ്ടത്. തീർച്ചയായിട്ടും ഇന്നലെ വൈകുന്നേരം നടന്ന ഗുരുതി ചടങ്ങ് അതിന് ഉദാഹരണമാണ്. അതായത് ഈ 2 മാസം നീണ്ടു നിന്ന മണ്ഡല മകരവിളക്ക് പൂജകൾ, തീർത്ഥാടകരുടെ അണമുറിയാത്ത ആഗമനം, അതിനൊക്കെ അവസാനം പ്രകൃതി ദേവതയ്ക്ക്, വനദേവതയെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി നടപ്പാക്കിയിട്ടുള്ള അല്ലെങ്കിൽ നടത്തിയ ആ ഗുരുതി ചടങ്ങ്, അതിനുശേഷമാണ് ശബരിമല ക്ഷേത്ര നട അടച്ച് കാനനം വീണ്ടും അതിൻ്റെ വന്യതയിലേക്ക് പോകുന്നത്. എന്തായാലും വൈകാരികമായിട്ടുള്ള നിമിഷങ്ങൾ തന്നെയാണ് ഈ നിമിഷങ്ങളെന്ന് പറയാതിരിക്കാൻ സാധിക്കുകയില്ല. കാരണം ഇടമുറിയാതെ അല്ലെങ്കിൽ കണ്ഠമിടറാതെ ശരണം വിളികൾ അങ്ങനെ മുഴുകി കേട്ടുകൊണ്ടേയിരുന്ന ആ ഒരു സന്നിധാനം ഇപ്പോൾ കാടിൻ്റെ നിശബ്ദതയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ രാജപ്രതിനിധി അദ്ദേഹം തൊഴുത് ഈ 18-ാം പടി, പൊന്നും 18-ാം പടി തൊട്ട് തൊഴുത് താഴേക്ക് ഇറങ്ങി വരും. അദ്ദേഹത്തെ അനുഗമിച്ചുകൊണ്ട് തിരുവാഭരണ പേടകങ്ങളും ഉണ്ടാകും. നേരെ തിരുവാഭരണ പേടകങ്ങളുമായി രാജപ്രതിനിധി അല്പസമയത്തിനകം തന്നെ 18-ാം പടി ഇറങ്ങി കണ്ണുകളും ഇങ്ങനെ ഭഗവാന്റെ പൊന്നു 18-ാം പടിയിലേക്കാണ്. ഇന്ന് പന്തളം രാജപ്രതിനിധിക്ക് മാത്രമാണ് ദർശനമുള്ള. എല്ലാ കണ്ണുകളും ഇങ്ങനെ ആ പൊന്നു 18-ാം പടിക്ക് മുന്നിലേക്കാണ്. ആ ഒരു തിരുവാഭരണത്തിൻ്റെ എങ്ങനെയൊക്കെയാണോ ആ തിരുവാഭരണത്തെ അങ്ങ് ഭഗവാന്റെ തിരുസന്നിധാനത്തേക്ക് ശ്രീകോവിലേക്ക് സ്വീകരിച്ചത്, അതേപോലെ തന്നെയുള്ള ആ ഒരു മനോഹരമായ കാഴ്ച, അതിനും വൈകാരികമായുള്ളൊരു കാഴ്ചയ്ക്കാണ് ശബരിമല സന്നിധാനം. അത് ആഘോഷപൂർവമായാണ് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ, കർപ്പൂരാഴിയുടെ അകമ്പടിയോടെ, ശരണമന്ത്രങ്ങളുടെ അകമ്പടിയോടെ ഭഗവാന്റെ തിരുസന്നിധാനത്തേക്ക് വില്ലാളി വീരനായി മാറുന്ന, വീരമണിമണ്ഡനായി മാറുന്ന, പന്തള രാജകുമാരനായി മാറുന്ന ആ ഒരു ചടങ്ങിന് നമ്മൾ എങ്ങനെയാണോ അന്ന് സാക്ഷ്യം വഹിച്ചത്, അതേ രീതിയിൽ തന്നെയുള്ള ഒരു വൈകാരികമായുള്ള ഒരു ചടങ്ങിനാണ് ശബരിമല സന്നിധാനം ഇങ്ങനെ സാക്ഷിയാകുന്നത്. എന്തായാലും എല്ലാ കണ്ണുകളും ഇങ്ങനെ 18-ാം പടിയിലേക്കാണ് ഉള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും പരിപാവനമായ, ഏറ്റവും പരിശുദ്ധമായ ആ ഒരു ചടങ്ങിനായുള്ള ഒരു കാത്തിരിപ്പിൽ തന്നെയാണ് ഈ ഭക്ത സഹസ്രങ്ങൾ ഇങ്ങനെ ഈ 18-ാം പടിക്ക് താഴെ പ്രാർത്ഥനാ നിർഭരമായി സർവ്വ സങ്കടങ്ങളും, സർവ്വ ദുഃഖങ്ങളും, സർവ്വ സന്തോഷങ്ങളും ഭഗവാനിലേക്ക് സമർപ്പിച്ച് വരുന്ന ഒരു വർഷത്തേക്കുള്ള മുന്നോട്ടുള്ള ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും, സർവ്വ ഊർജ്ജവും, സർവ്വ വിജയത്തിനുമായി സർവ്വതും ഭഗവാന് മുന്നിലേക്ക് സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം തന്നെയാണ് ഇനി ഇവിടെ എത്തിയ ഓരോ ഭക്തർക്കുമുള്ളത്. അങ്ങനെ തീർത്ഥാടക പ്രവാഹമായിരുന്നു ഇക്കുറി ശബരീശ സന്നിധിയിലേക്കുള്ളത്. നമുക്കറിയാം, വിവാദങ്ങളൊക്കെ തന്നെ ഒരു വഴിക്ക് കിട്ടുമ്പോൾ ഭഗവാനോടുള്ള അചഞ്ചലമായ ഭക്തി, ഭഗവാനോടുള്ള അചഞ്ചലമായ വിശ്വാസം, ഭഗവാനെ ഒരു നോക്കു കാണാൻ, 1-2 സെക്കൻഡ് കാണുവാനാണ് ഈ മണിക്കൂറുകളായുള്ള ക്യൂ. അങ്ങ് എരുമേലി മുതൽ തുടങ്ങുന്ന ആ തിരക്ക്, അല്ലെങ്കിൽ അങ്ങ് ലാഹം മുതൽ തുടങ്ങുന്ന ആ തിരക്ക്, ഇവിടെ എത്തി പൊന്നു 18-ാം പടി കയറി സന്നിധാനത്തേക്ക് എത്തുന്നു, തത്വമസി പൊരുളായ ഭഗവാന്റെ മുന്നിലേക്ക് എത്തുന്നു. ആ ഒരു നിമിഷത്തിനായുള്ള ഒരു കാത്തിരിപ്പിലല്ലായിരുന്നോ ഈ ഭക്തജനങ്ങളൊക്കെ തന്നെയും? എന്തായാലും ആ ഒരു ചടങ്ങുകളൊക്കെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും വിശിഷ്ടമായ ചടങ്ങുകളൊക്കെ തന്നെ പൂർത്തീകരിച്ചുകൊണ്ട് എന്തായാലും ഇനി തിരുവാഭരണം തിരിച്ചെഴുന്നള്ളാനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും അവിടെ അങ്ങ് സന്നിധാനത്ത് പൂർത്തിയായിരിക്കുകയാണ്.